പുരുഷാരം നിമിത്തം ശിഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. അവരാകെ വലഞ്ഞു. യേശുകർത്താവ് അവരോട് പറയണം, നിങ്ങൾ അല്പം വേറിട്ട് വന്ന് ആശ്വസിച്ചു കൊള്ളുവീൻ. വേറിട്ട ആശ്വാസം, അതാണ് കറക്റ്റ്. ആശ്വസിക്കാൻ പോയവര്, ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതിരുന്നവര് മറ്റുള്ളവരെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ഇവര് വിളമ്പുകാരായി. ആ ക്ഷീണിച്ചിരുന്നവര് പിന്നെ വഞ്ചിയിൽ കയറി തുഴഞ്ഞു പോയി. അപ്പൊ ഇവരുടെ ക്ഷീണം എവിടെ? ഇവരുടെ വിശ്രമം എവിടെ? കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തിരമാലകളുടെ മുകളിൽ കൂടി നടന്നു വന്ന് അവരെ ഓവർടേക്ക് ചെയ്യും. നിങ്ങൾ എനിക്ക് മുന്നോടുവിലെന്ന് പറഞ്ഞവരെ ഓവർടേക്ക് ചെയ്യുന്ന യേശു കർത്താവ് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് സ്വസ്ഥത തരും. തീച്ചൂളയുടെ നടുവിൽ അവൻ തണുപ്പായി വരും. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഒരു അസ്വസ്ഥതയും നിങ്ങളെ ജയിക്കുകയില്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ. എന്താണ് നിങ്ങളുടെ ഭാരം? ജോലിയാണോ? കടവാണോ? ബുദ്ധിമുട്ടാണോ? യേശുവിന്റെ നാമം നിങ്ങൾക്ക് ആശ്വാസം തരും. അവന്റെ പഠിപ്പിക്കല് ആരും പഠിപ്പിക്കാത്തതാണ്.